ആരോണില്ലേ ഇല്ലേ? അദ്ദേഹം ഒരു മൗണ്ടെയ്നർ ആയിരുന്നു, അമേരിക്കയിലെ മൗണ്ടെയ്നർ. അദ്ദേഹം ഊത്ത് എന്ന് പറയുന്ന 4-5 കിലോമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു മലയിലേക്ക് കയറാൻ വേണ്ടി പോയ ഒറ്റക്ക്. 4 ദിവസത്തേക്ക് ആവശ്യമായ ബാക്ക് പാക്കും അതിന് വേണ്ട ഫുഡും ഒക്കെ എടുത്തിട്ട് അദ്ദേഹം ഒറ്റക്ക് മല കയറുക. 4-ാം ദിനം അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയതിനു ശേഷം തിരിച്ചു വരാനുള്ള പ്ലാനാണ്. ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് ഒരു കല്ലിൽ ചവിട്ടി, ആ കല്ലിളകി നേരെ താഴേക്ക് വീണു. ഭാഗ്യത്തിന് താഴെ എത്തിയില്ല, പകരം 2 മലയുടെ ഇടുക്കിലാണ് പോയി വീണത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉടൊപ്പം തന്നെ മേലിൽ നിന്നൊരു പാറക്കല്ലും ഇളകി വന്ന് ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ മേലിൽ വീണില്ല. പക്ഷേ അദ്ദേഹം പിടിച്ചു നിന്ന കൈയിൻ്റെ മുകളിലേക്കാണ് ആ പാറക്കല്ല് വീണത്. കൈവലിക്കാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ നിമിഷം ആകെ തല ഇറങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 4 ദിവസം അദ്ദേഹം അവിടെ നിൽക്കേണ്ടി വന്നു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന്, ഒളിച്ചോട്ടില്ലെന്ന്, പിന്നോട്ടൊരു പോക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ ബാഗൊക്കെ ഇങ്ങനെ പരിധി നോക്കി, അതിലുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് കഴിച്ചു. ബാഗിലൊരു പേന കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് തൻ്റെ വലത് കൈ അടിച്ചു. വലത് കൈ ഒരു വെട്ടാണ്, മുറിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? തോല് എറിച്ചൊക്കെ മുറിഞ്ഞു, എല്ല് മുറിയുന്നില്ല. അവസാനം അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എല്ലാം കൂടെ പൊട്ടിച്ചു. എന്നിട്ടോ 4 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ആ മനുഷ്യൻ ആ മലമുകളിൽ നിന്ന് ആ പൊട്ടിച്ച കൈകളുമായി വീണ്ടും 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ ഒരു ഭാഗത്തെത്തി വിശ്രമിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുക. രക്തമൊക്കെ പോയിട്ട് ഇവിടെ മരവിച്ച് പോയിട്ടുണ്ട്, വേദന ഉണ്ട്, വിശപ്പുണ്ട്, തളർച്ചയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ജീവിക്കണമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രം. അപ്പോൾ കാണാം ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറക്കണ്. തൻ്റെ വസ്ത്രം, രക്തം പുരണ്ട വസ്ത്രം, രക്തവർണ്ണമുള്ള വസ്ത്രം അയച്ചിട്ട് ഇങ്ങനെ കറക്കി ഇടത് കൈകൊണ്ട്. ആ സമയത്ത് ആ ഹെലികോപ്റ്റർ കണ്ടു, അവിടെ ഇറക്കി. അദ്ദേഹം ആ ഹെലികോപ്റ്ററിൽ കയറിയതും തലയിറങ്ങി വീണു. അതുവരെ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ്, ആർജവമാണ്, ജീവിക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രം. അങ്ങനെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇന്നും അദ്ദേഹം മല കയറുന്നുണ്ട് വലത് കൈയില്ലാതെ.